എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അത്തപ്പൂക്കളത്തിൽ, അതായത് ഒരു കടയുടെ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ ഇട്ടിരുന്ന ആ ഒരു അത്തപ്പൂക്കളത്തിൽ രണ്ട് പെൺകുട്ടികൾ, നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ മൊഞ്ചത്തി കുട്ടികളാണ്. രണ്ട് മൊഞ്ചത്തി കുട്ടികൾ നടന്നു വരുന്നു. അതിൽ ഒരു കുട്ടി തിരിഞ്ഞൊക്കെ നോക്കിയതിന് ശേഷം ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ ഒരു പൂക്കളം ചവിട്ടി തെറിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തെ ന്യായീകരിച്ചും അതുപോലെ തന്നെ ഇത് തെറ്റായ ഒരു വീഡിയോയാണ്. അതായത് 2024 ബാംഗ്ലൂര് ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് സിമി നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അത് ചെയ്തതെന്നും പിന്നീട് അവളെ പോലീസ് വിളിച്ചെന്നും ചോദ്യം ചെയ്തു, പറഞ്ഞയച്ചു, കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ പല ആളുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ വർഗീയതയോ മറ്റോ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു കുട്ടിയെ മോശപ്പെടുത്തി സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഹൈന്ദവരെ ന്യായീകരിച്ചിട്ട് വെറുതെ ഒരു കഥ ഉണ്ടാക്കി എന്നുള്ള അങ്ങനെയുള്ള രീതിയിലൊക്കെ വന്നിട്ട് പല ആളുകളും സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ ഒരു വിഷയത്തിന് ഒരു ക്ലാരിറ്റിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെൻ്റെ റിക്വസ്റ്റാണ്. സംഭവം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ഇടുക. അത് അല്ലാണ്ട് വീഡിയോ ഒന്നും കാണാണ്ട് തമ്പനയിലും അതുപോലെ തന്നെ ഹെഡിങ്ങും മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ വെറുതെ വന്ന് കമന്റ് ഇടുന്നു എന്നല്ലാതെ മറ്റ് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സ്കിപ്പ് അടിച്ച് കളഞ്ഞാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന നെഗറ്റീവ് മാത്രമേ നിങ്ങളുടെ ചെവിക്കകത്തേക്ക് കയറത്തുള്ളൂ. പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകും. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് വരുന്നത്. നിങ്ങൾ ചിലരൊക്കെ കമന്റ് ഇട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം ഇപ്പോൾ ആളുകൾ കുത്തിപ്പിന്നി എടുത്തതാണ്. ഇത് 2024 നടന്ന ഒരു സംഭവമാണ്. സിമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, സിമി നായർ എന്ന് പറയുന്ന ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവർ ബാംഗ്ലൂരിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ചെയ്ത ഈ ഒരു കുൽസിത പ്രവൃത്തിയെയാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഓണാഘോഷം നടന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ പറയിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തെ പറയിക്കാൻ വേണ്ടിയിട്ട് ആരോ കെട്ടിച്ചമച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചിലരുടെ അടുത്തൊക്കെ ഞാൻ കമന്റ് ഇട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരു മറുപടി വീഡിയോ ആയിട്ട് വരും, വിശദമായിട്ട് തന്നെ ഒരു മറുപടി വീഡിയോ ആയിട്ട് വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന മറുപടി ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവണമല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് വർഗീയതയൊന്നും പറയാറില്ല. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ ഞാൻ പറയാറുമുണ്ട്. അത് ആര് തെറ്റ് ചെയ്താലും, എനിക്ക് എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റെന്ന് പറയും, ശരിയായിട്ടുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതെന്ന് പറയും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, 2024 ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സിമി നായർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അപ്പാർട്ട്മെന്റിൽ നല്ല ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പൂക്കളം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൂക്കളം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെണ്ണിനെ കുരുപൊട്ടി. അങ്ങനെ ആ ഒരു പെണ്ണ് ആ ഒരു പൂക്കളത്തിൽ ആദ്യം പൂക്കളത്തിന്റെ സൈഡിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം ആ ഒരു പൂക്കളത്തിന്റെ നടുക്ക് ഭാഗത്ത് കയറി നിൽക്കുന്നു. അവിടെ നിന്ന പുരുഷന്മാര് ആ പെണ്ണിനോട് അതിൽ നിന്ന് മാറാൻ പറയുന്നു, തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഒടുവിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആ ഒരു പെണ്ണ് പൂക്കളം മുഴുവനും തട്ടിത്തെറിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 2024 ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവം നടന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം പറയുകയാണെങ്കിൽ 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളത് കാണുക. ഫസ്റ്റ് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ 2024 സിമി നായർ എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് കാണിച്ചിട്ടുള്ള ഈ ഒരു ചെറ്റത്തരമാണ് ഞാനിവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കണ്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കൊടുക്കാം. Today go push out, man. What is this? No, I don't want to touch this person then. You want to
circulate a madness. That's it. We circulate a madness. CCTV बराबर है ना? आप मैडम आप CCTV है इधर देखिए सुनिए तुम्हारी बीवी की तरह हर किसी को वीडियो में शूट मत करो। तुम्हारी बीवी वो काम करो मैं नहीं हूँ मेरा वीडियो शूट मत करो विदाउट माय अप्रूवल। How can you stand in front of us without our approval? When we have done the work, you cannot stand in front of our approval. You cannot stand in front of your house, not in the common area. No, I will not come below. अरे मैं देखती हूँ। अच्छा आप नहीं रखेगा अच्छा ना मत मैं काम मार दूँ हाँ ठीक है ना जी ये वाला ऐसे ना जी अच्छा ना जी ये अरे ये वाला वाली चाहिए वो आपने चाहिए ना ये भी सेपरेट होना you can say what you want we are separated today that is our honor talk about that please go what will happen let me see what is the constitution of India saying it is a Bible and as per the Bible this is not for putting any hookah here നിങ്ങളുടെ കോൺഗ്രസ് ഇങ്ങോട്ട് കാണിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയോട് നിൽക്കാൻ സമയമില്ല ഓക്കെ നിങ്ങൾ പെരുമാറുമ്പോൾ ഞങ്ങൾ പെരുമാറില്ല നിങ്ങളെ ബിഹേവ് ലൈക്ക് എ യു കൈ സ്റ്റെപ്പോ വിളിക്കും നിങ്ങൾ എല്ലാവരും വിളിക്കും നമുക്ക് കിട്ടും ഇതിന്റെ വീഡിയോ CCTV ക്ലിയർ ആയി കിട്ടും ഞങ്ങൾക്ക് എവിടെ ഞങ്ങൾ വെച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കാണിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ഇല്ല ഐ നോ വാട്ട് യു ഐ വാണ്ട് സോപ്പ് ഇല്ലാതെ കിട്ടോണേ അല്ലേ പൂക്കളം വീടുകളോ വരുന്നേ നിങ്ങളുടെ വീട്ടുകൊണ്ടാണ് ഞങ്ങൾ സർവന്റോ ഞങ്ങളുടെ വീട്ടുകൊണ്ടിട്ടാണോ ഇത് നിന്റെ കൊണ്ടാണോ വളച്ചിലെ കൈവച്ചാൽ വരിക Have you booked this place for your people to sit here? Have you booked it? There is no booking for lobby because there is no one to tell us that there is no food wait. I have booking from 1 to 4. Now you go sit now there. Go sit inside. We are okay. We will give you the button of the Go sit there. Go sit there. You can't even this place in the morning. I want to come out. Yeah, hello. It is not your sofa. It is association. Ask them to come and sit back. Ask them to do that. You go ask them. Okay, you come and do this. What you will do right away. We will go where you have to. Yeah. Just make sure that all whatever how much of apartment you have, everything is there. Today go push her man. What is this? No, I don't want to tell this person that. We circulate a madness. That's it. We circulate a madness. ഓണപ്പൂക്കളം നശിപ്പിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട സ്വദേശിനി സിമി നായർക്കെതിരെയാണ് കേസെടുത്തത്. കുട്ടികൾ ഏറെ സമയമെടുത്ത് തയ്യാറാക്കിയ അത്തപ്പൂക്കളം ഏറെ ധാർഷ്ട്യത്തോടെ ഇവർ ചവിട്ടി നശിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ വിമർശനം വ്യാപകമായി ഉയർന്നു. അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ, ഒരു ഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികൾ തീർത്ത പൂക്കളം സിമി നായർ ചവിട്ടി നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. തന്നീസാന്ദ്രയിലെ മൊണാർക്ക് സെറിനിറ്റിയിലാണ് സംഭവം നടന്നത്. ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളമിട്ടത് ചോദ്യം ചെയ്ത് യുവതി തർക്കിക്കുന്നതും ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയുമായിരുന്നു. പിന്നീട് തർക്കത്തിനിടെ പൂക്കളം നശിപ്പിച്ചു. ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളമിടാനാകില്ല എന്നായിരുന്നു യുവതിയുടെ വാദം. പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി നൽകുന്നതും കാണാം. പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവർ അംഗീകരിക്കുന്നില്ല. പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സ്ത്രീ വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പൊ പിന്നീട് ഇവളെ അറസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൾക്കെതിരെ കേസെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതിന്റെ തെളിവാണിപ്പോൾ നിങ്ങൾ കണ്ടതും. അപ്പോൾ ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിരിക്കുന്നു. അതെന്ന് വെച്ചാൽ ഒരു കടയുടെ മുന്നിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് കമന്റ് ബോക്സിൽ വന്നിട്ട് ചിലർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് പൂക്കളം ഇട്ട് വെച്ചാൽ ചിലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കമന്റ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു കമന്റ് ഇട്ട വ്യക്തിയുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കടയുടെ മുൻവശം എന്ന് പറഞ്ഞാൽ ആ കടയുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങുന്നതാണ്. കാരണം ഒരു കട ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന്റെ ഒരു ഫർലാങ്ക് ദൂരെയല്ല കൊണ്ടുപോയി പൂക്കളം ഇടുന്നത്. അപ്പോൾ അതിന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഹൈന്ദവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ട, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബഹുമാനിക്കേണ്ട, മിണ്ടണ്ട, പറയേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്ന് കരുതിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനെ കാലുകൊണ്ട് തട്ടി എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എത്ര ന്യായീകരിച്ചു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഇവിടെ പലരും വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ന്യായീകരിക്കുന്നത് കണ്ടു. അതായത് ആ ഒരു കുട്ടി നിങ്ങൾ വഴിയിൽ കൊണ്ടുവച്ചിട്ടല്ലേ ചവിട്ടിയത്, വഴിയിൽ കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ പലതും ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ. അത് തന്നെ ഒരു വൃത്തികെട്ട ഒരു മാനസികാവസ്ഥയല്ലേ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ.
നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നേ കുട്ടികൾക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചില കുട്ടികൾ പാരന്റ്സ് എത്ര പറഞ്ഞു കൊടുത്താലും എത്ര തന്നെ ചൊല്ലി വളർത്തി കഴിഞ്ഞാലും അവർ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവർ അതിനപ്പുറത്തെ എതക്കേട് കാണിക്കുന്ന പിള്ളേരെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളെയും അല്ല, കുറച്ച് കുട്ടികളെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾ നല്ല ഓമന മക്കളാണ്, എന്താ പറയുന്ന പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന കുട്ടികളാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. നമുക്ക് പോലും ഒരു പക്ഷെ ആരെങ്കിലും പറഞ്ഞറിയുന്ന സമയത്ത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അയ്യോ എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മളുടെ ഇതിലുള്ള കുട്ടികൾ ആരും അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ ഇത് കെട്ടിച്ചമച്ച് തലയിൽ ഒരു തട്ടമൊക്കെ വെച്ചിട്ട് മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാണ് എന്നൊക്കെ പറയും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വെറും അമിതമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കുട്ടി അത് അങ്ങനെ ചെയ്യില്ല എന്ന് ഒരിക്കലും തറപ്പിച്ച് പറയരുത്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിലായിരിക്കും നല്ല കുട്ടികളായിട്ട് നല്ല പിള്ളയായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എന്ത് കാണിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കുണ്ട് 2 കുട്ടികൾ, വലിയ 2 കുട്ടികളാണ്. എൻ്റെ മുന്നിൽ എൻ്റെ മക്കൾ നല്ല കുട്ടികളാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അവർ എന്ത് കാണിക്കില്ല എന്ന് എനിക്ക് അങ്ങ് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. നാളൊരു സമയം അവരെ പറ്റി എന്തെങ്കിലും ഒരു പരാതി എവിടെ നിന്നും വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ അറിയുന്നത്, അയ്യോ നമ്മുടെ കുട്ടി അങ്ങനെ കാണിച്ചോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി പോലും അങ്ങനെ കാണിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയരുത് ദയവ് ചെയ്ത്. കാരണം നമുക്കറിയില്ല അവരത് കാണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പൊ മുക്കിന് CCTVകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ ഈ ഒരു പെണ്ണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവത്തെ ന്യായീകരിച്ച് മെഴുകുന്നവരുടെ കാര്യമാണ് കേട്ടോ. ഒരു വർഗീയത ഉണ്ടാകുന്നതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരാണ്. ഒരു കൊച്ചൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കിടയിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് കൈവിട്ട് പോയി എന്ന് വരാം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുക. അതിന് ഇതുപോലെ ഈ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പേരൊന്നും പറയുന്നില്ല, വഴിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പാടില്ല എന്ന് തന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പറഞ്ഞു പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി തരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് നടന്ന, അതായത് 2026 നടന്ന ആ ഒരു സംഭവത്തിന്റെ, നേരത്തെ പറഞ്ഞ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലല്ല, പാലാരിവട്ടത്താണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി നമുക്കിവിടെ വെക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് സംഘികൾ മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതാണ് നമ്മളെ പറയിക്കാൻ എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സംഘികൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? നിങ്ങളെ പറയിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമല്ലോ, പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ ഒരു തെറ്റ് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാമല്ലോ, അല്ലേ? നിങ്ങളൊക്കെ വിചാരിച്ചാൽ സാധിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാലോ. അപ്പൊ അറിയാലോ നമുക്ക് ആരാണ് നമ്മുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ആ പെൺകുട്ടികളെ പലരും പറയുന്നുണ്ട് നല്ല അടി കൊടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഞാൻ ഒരിക്കലും അത് പറയുന്നില്ല. പിള്ളേർക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ അവരെ തിരുത്തി കൊടുക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള തെറ്റുകളെ നമ്മൾ ന്യായീകരിച്ച് പറഞ്ഞു വിടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കുമ്പോൾ പിന്നീട് ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ പോയി എന്നും വരാം. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വെളുപ്പിക്കാൻ നോക്കുന്നു, ഞാൻ ഹൈന്ദവരെ കൂട്ടുപിടിച്ചിട്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ മോശക്കാരാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തമ്പനയിൽ കണ്ടിട്ടാണ് കേട്ടോ പല ആളുകളും വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത്. തമ്പനയിലും അതുപോലെ തന്നെ ടൈറ്റിലും ഒക്കെ കണ്ടിട്ടാണ്. ശരിക്കും നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോയുടെ തമ്പനയിൽ ടൈറ്റിലൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിലേക്ക് കയറി വരാനുള്ള ഒരു ആകർഷണം മാത്രമാണത്. ശരിക്കും ആ ഒരു യൂട്യൂബേഴ്സും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഈ നമ്മൾ തമ്പനയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിനകത്തേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ വീടിന്റെ ഡോർ ലോക്ക് മാറ്റണം, അല്ലേ? ഡോർ തുറന്നല്ലേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. അതുപോലെയാണ് ഈ പറയുന്ന തമ്പനയിലും ടൈറ്റിലും. അപ്പോൾ ഈ ഒരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കും ആ ഒരു വീഡിയോ കാണാനായിട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് തോന്നുക. ചില ആളുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു തമ്പനയിലും ടൈറ്റിലും ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള തമ്പനയിൽ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈറ്റിലും തമ്പനയിലും കണ്ടിട്ട് ദയവ് ചെയ്ത് കമന്റ് ഇടാനായിട്ട് നിൽക്കാണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക, കണ്ടതിന് ശേഷം മാത്രം കമന്റ് ഇടാനായിട്ട് മുന്നോട്ട് വരിക. അതാണ് എനിക്ക് അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. എനിക്ക് പനി, ജലദോഷം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് മറുപടി തരണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. നബിദിനത്തിൻ്റെ അന്ന് ആ കുട്ടികൾ നബിദിന റാലിയുടെ, അതായത് നബിദിന റാലി പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലേക്ക് ഏതോ ഒരുത്തൻ വാഹനം ഇടിച്ച് കയറ്റാനായിട്ട് ശ്രമിച്ചു. ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഞാൻ മിണ്ടുന്നില്ല. അതെന്താണ് മിണ്ടാത്തത്, അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ ജാതിയോ മതമോ വർഗീയതയോ ഒന്നും ഉള്ള വ്യക്തിയല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ആരെയും വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ആളല്ല. പിന്നെ ആ ഒരു വീഡിയോ എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിച്ചവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ ഓണവും കാര്യമൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ ജോലികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ജോലികളുണ്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് പനിയും ജലദോഷവും ഒക്കെ പിടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ രാത്രി കണ്ടിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഈ ഒരു റാലിയുമായിട്ട് സംബന്ധിക്കുന്ന കാര്യം ഇതുപോലെ ഇങ്ങനെ ന്യൂസുകളിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേക്കുറിച്ച് കൂടുതൽ കേട്ടില്ലായിരുന്നു. കേൾക്കാത്തത് ഇനി നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് പറയും മനഃപൂർവ്വം കേൾക്കാതിരുന്നതല്ലേ എന്ന്. എന്തിന് ഞാൻ മനഃപൂർവ്വം കേൾക്കാതിരിക്കേണ്ടത്? എനിക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കുടുക്കിയ ചോറും കറിയും എന്ന് പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുമോ? നമ്മൾ തെറ്റ് വിളിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതേക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. എന്ന് കരുതി ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ തെറ്റാണോ? അപ്പോൾ ഞാൻ കമന്റ് ബോക്സിൽ പറഞ്ഞ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കും. ആദ്യം ഞാൻ ആ ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ചിലരെങ്കിലും വന്നിട്ട് എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല, നമ്മൾ അങ്ങനെ ചെയ്യില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്ന കുറച്ച് ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നബിദിന റാലിയിൽ കുട്ടികൾ പോയപ്പോൾ അതായത് ആ ഒരു റാലി പോയ സമയത്തിന് ആ കുട്ടികളുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ച് കയറി വന്ന ആ പരമചെറ്റ ആരായാലും ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല, ഒരിക്കലും വെളുപ്പിക്കാനും ശ്രമിക്കത്തില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും. അത് പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും വൈകാരികയും വെച്ചിട്ട് ഞാനിതിന് മറുപടി തരാനായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞൊരു വാചകമാണ്, അതായത് ഞാൻ ഭയങ്കര ഫേക്കാണ്, ഞാനിടുന്ന കമൻറ്റുകൾക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു എന്താണ് ഫേക്ക് ആയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഫേക്ക് ആയിട്ട് എന്താണ് പറഞ്ഞത്? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ യാതൊരു തർക്കമില്ല. അതിപ്പോൾ ഫേക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കൂ, അത്രയും എനിക്ക് പറയാനുള്ളൂ. ആരെയും ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ അത് കേൾക്കേണ്ടവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയുക, അത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും